Today we are going to learn the difference between will and would in Malayalam explanation. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വീഡിയോ പല ടൈപ്പിലുള്ള ആളുകളായിരിക്കും കാണുന്നത്. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത, ബേസിക് ഒന്നും അറിയാത്ത സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നന്നായി അറിയുന്ന ആളുകൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ MA ഇംഗ്ലീഷ് അങ്ങനെ ഒരുപാട് ക്വാളിഫൈഡ് ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടാവും. പക്ഷെ ചില ആളുകൾക്ക് അവർക്കെല്ലാം അറിയാം, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് ഒരു തരം ചമ്മലുണ്ട്. ചില ആളുകൾക്ക്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് അങ്ങനെ, നമുക്ക് സംസാരിക്കാൻ എന്തോ ഒരു മടിയാണ്. അപ്പം മടിയൊന്നും വിചാരിക്കാതെ നമ്മളെ കോൺഫിഡൻസ് ആയിട്ട് ആത്മവിശ്വാസത്തോടെ നമ്മൾ സംസാരിക്കുക എന്നതിൽ നമുക്ക് പ്രിവെന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് വിൽ ആൻഡ് വുഡ്. വിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം? വിൽ നമ്മൾ സാധാരണ വെക്കുന്നത് ഭാവിയിൽ ഒരു കാര്യം പറയാനാണ് വിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ പാർക്കിലേക്ക് പോകും. ഐ വിൽ ഗോ ടു ദ പാർക്ക്. വില്ലിന് ശേഷം നമ്മൾ എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം വെക്കുക. ഐ വിൽ ഗോ ടു ദ പാർക്ക്. ഗോ, വെന്റ്, ഗോൺ വെർബിന്റെ ഫസ്റ്റ് ഫോമാണ്. ഞാൻ പാർക്കിലേക്ക് പോകും. ഇനി അവൾ എന്നെ പിന്നീട് വിളിക്കും. ഷി വിൽ കോൾ മീ ലേറ്റർ. ഷി വിൽ കോൾ മീ ലേറ്റർ. അവൾ എന്നെ പിന്നീട് വിളിക്കും. ഞാൻ അവളെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് ഹെർ. ഐ വിൽ ഹെൽപ്പ് ഹെർ. നെക്സ്റ്റ് നമുക്ക് വുഡിന്റെ യൂസേജ് പഠിക്കാം. വുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇമാജിനറി സിറ്റുവേഷൻ പറയാം, വുഡ് വയ്ക്കാം. അതുപോലെ പാസ്റ്റ്, ഫ്യൂച്ചർ നമുക്ക് പറയാം. ദെൻ പൊളൈറ്റ് എക്സ്പ്രഷൻ, പൊളൈറ്റ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ പറയാൻ നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഇത് എക്സാമ്പിൾ, എനിക്ക് ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയേനെ, അല്ലെങ്കിൽ ഞാൻ പോയിരുന്നു എന്നൊക്കെ പറയാറില്ലേ, അത് വുഡ് വെച്ച് പറയാം. ഐ വുഡ് ഗോ ഇഫ് ഐ ഹാഡ് ടൈം. ഐ വുഡ് ഗോ ഇഫ് ഐ ഹാഡ് ടൈം. എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയേനെ, ഞാൻ പോയിരുന്നു. വുഡിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോമായി യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിൾ, അവൾ വരുമെന്ന് അവൾ പറഞ്ഞു. പാസ്റ്റിലെ പറഞ്ഞേ, പക്ഷെ അത് ഫ്യൂച്ചറിൽ ഇപ്പോഴും വന്നിട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് കം. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് കം. റിപ്പോർട്ട് സ്പീച്ച് ആക്കി നമുക്ക് ഇങ്ങനെ പറയാം. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് കം. അവൾ വരുമെന്ന് അവൾ പറഞ്ഞു, പക്ഷെ അവൾ വന്നിട്ടില്ല ഇപ്പോഴും ഫ്യൂച്ചറിൽ അല്ലേ. പാസ്റ്റിൽ പറഞ്ഞതാണ്, പിന്നെ അത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നേയുള്ളൂ. അപ്പൊ ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് കം. അവൾ വരുമെന്ന് അവൾ പറഞ്ഞു. നേതർ എക്സാമ്പിൾ, നമ്മൾ ചോദിക്കാറില്ലേ ഒരു പൊളൈറ്റ് ആയിട്ട്, കുറച്ച് കാപ്പി എടുക്കട്ടെ, കാപ്പി ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കില്ലേ, അത് നമുക്ക് വുഡ് വെച്ച് ചോദിക്കാം. വുഡ് യു ലൈക്ക് സം കോഫി? വുഡ് യു ലൈക്ക് സം കോഫി എന്ന് ചോദിക്കാം. Then let's learn 3 more sentences. ഞാൻ ആ ഗിഫ്റ്റ് അയക്കും. അതെങ്ങനെ പറയാം നമുക്ക്? I will send the gift. I will send the gift. Send അയക്കുക അല്ലെ. I will send the gift. ഞാൻ ആ ഗിഫ്റ്റ് അയക്കും. കുറച്ച് ചായയോ കാപ്പിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കില്ലേ, അത് നമുക്ക് വുഡ് വെച്ച് ചോദിക്കാട്ടോ. Would you like tea or coffee? Would you like tea or coffee എന്ന് ചോദിക്കാം. ഓക്കെ, ദെൻ another example, I will call you later. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം. I will call you later. I hope now you clearly understand this topic. If you like this video, please don't forget to subscribe, like and share my channel. Thanks for watching. See you in the next video.